ഇതാരെ സൈക്കിള് കൊടുക്കാൻ വെച്ചിരിക്കണേ കൊണ്ടുപോട്ടാ നല്ല നെല്ലിക്കയൊക്കെ ഇരിക്കണം. എന്തൊക്കെ ഐറ്റം നെല്ലിക്ക ഉണ്ടല്ലോ. അവര് നിങ്ങൾ എന്തോ നടപ്പി കിടന്ന് ഊന്നണത്? ചായ എന്നെ പുകച്ച് പുറത്താക്കുവോ? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ പോലെ എന്നെ പുറത്താക്കുവോ നിങ്ങള്? പുറത്താക്കലാണ് ജോലി. വിശക്കണെന്നെ വല്ലതും തരിയുന്ന അങ്ങോട്ട്. ആ എന്തോന്ന് എന്ത് വേണോന്ന് ചോദിച്ചാ ഇവിടെ ഇരിക്കുന്നതൊക്കെ വേണം. നല്ല അടിപൊളി നെല്ലിക്ക ഉണ്ടല്ലോ, ലൗലോലിക്ക. രണ്ടെണ്ണം തരുവോ ഫ്രീ ആയിട്ട്? മാമാ എന്തോന്ന്? പൈസ ഇല്ലാത്ത പിച്ചക്കാരിയായ മരുമോള്. ഈ മാമ വിളിയിലെ ഈ ബോട്ടിൽ എനിക്ക് എടുത്ത് തരേണ്ടത്. ഏത് ഈ കടയിൽ ഓണർ ആരാണ്? നിങ്ങളാണോ? അല്ല അല്ല, ആര്? ഇതിന്റെ ഓണർ വീട്ടിൽ പോയിരിക്കണ? മാമാ നിങ്ങളെ എന്ത് നെല്ലിക്കയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണോ പറയുന്നേ? ആർക്ക് ബന്ധമില്ല? ഈ കടയിലുള്ള മാമനായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഒരെണ്ണം അടിച്ചു മാറ്റി ഇങ്ങ് എടുക്കി നെല്ലിക്ക. ഇങ്ങ് വരി നിങ്ങള്. പിന്നീട് കിടന്ന് ഊതാം. വേണമെങ്കിൽ ഞാനും ഊതി തരാം. വിശന്ന് ഒരാൾ വന്ന് നിൽക്കുമ്പോ നിങ്ങൾ എന്തെന്നാ ഇങ്ങനെ എൻ്റെ ഓട് ഇങ്ങനെ കാണിക്കണത്? ഒരു മുൻ പരിചയം പോലും ഇല്ലാതെ. ഹോട്ടലൊന്നും വേണ്ട, ലഘു ഭക്ഷണമാണ് വേണം. നിങ്ങൾ ഇത് എന്തെങ്കിലും തരണം. ഇത്ര ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് നെല്ലിക്ക തരി. പൈസ ഇല്ല, ഫ്രീ ആയിട്ട് തരണം. പറ്റൂല, പൈസ ഉണ്ടെങ്കിലേ തരുവുള്ളൂ. അതെന്താ ഒരാൾ വിശന്ന് വരുമ്പോ നിങ്ങൾ ഫ്രീ കൊടുക്കൂലെന്ന് പറയണത്? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വിശപ്പായിട്ട് തോന്നുന്നില്ലേ? അതെന്ത് പിച്ചക്കാരിയായിട്ടും തോന്നണില്ലേ? ഇല്ലേ? ആഹാ, അല്ല ഹൈ ലെവൽ പാർട്ടി. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ. ചാവയ്ക്ക എന്തായാലും ഒരു നെല്ലിക്ക വന്നിട്ടുണ്ട്. കഴിക്കട്ടല്ല, വേണമെങ്കിൽ കഴിച്ചാൽ മതി അല്ലേ? എന്തായാലും നിങ്ങൾ അങ്ങനെ പറയരുത് മാമ. ഒരാള് പൈസ കളഞ്ഞാ ചിലപ്പോ പേഴ്സൊക്കെ കളഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കണ്ടേ നിങ്ങള്? വീട്ടിൽ പോകുമ്പോ ഒത്തിരി ദൂരാവും. അടുത്ത് തന്നെ മാമ വീട്. ഓ ശരി, അങ്ങോട്ട് വീട്ടിൽ പോവാനാണോ പറയുന്നത്? പോയ ഭക്ഷണം കിട്ടുമെന്നാണോ പറയണേ? തരും, ഒരു നേരത്തെ ആഹാരം തരും, തീർച്ചയായിട്ടും തരും. ആണോ? കാറ് വരണതിന്റെ അടുത്താണ് വീട്. അങ്ങോട്ട് നോക്കി, ആ ചെക്കനെ നോക്കി കുറെ നേരം കൊണ്ട് മൊബൈൽ പിടിച്ചു. അത് ആരാണ്? അവര് അത് തന്നെ, ഇത് അറിയാന്നുള്ള ചെക്കനാണോ? അറിയാം. എവിടെയുള്ളത്? അടുത്ത ആള്. പിന്നെ എന്റെ ഫോട്ടോ എടുക്കണ എന്തിനാണ് അവൻ? വേറെയാ? പിന്നെ ക്യാമറ എന്റെ നേർക്കല്ലേ തിരിയുന്നേ? ഓ, സംസാരിച്ചോണ്ട്. നീ കിറുക്കനാണോടാ? മാമൻ പറയാതെ പറഞ്ഞു. മാമാ നോക്കട്ടെ, നെല്ലിക്ക കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. അതുവഴി പോയത് വണ്ടിക്ക് പെട്രോള് തീർന്നു. വണ്ടി അവിടെ ഇരിക്കണം. വിശക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത്. മാമൻ വല്ലതും ചോറുണ്ട്. മാമൻ വല്ലതും തരുമോന്ന് അറിയാൻ കരുതി വന്നത്. ഇത് തന്നെ ഉണ്ടല്ലേ? എന്നാലും നിങ്ങള് പൈസക്ക് അല്ലാണ്ട് ആർക്കും കൊടുക്കൂല ഫ്രീ ആയിട്ട്. അതെന്ത് കാര്യം പറയും? ഒരാൾ വിശന്ന് വന്ന് പൈസ ഇല്ല പുള്ളിരേല്, അല്ലാണ്ട് തരൂല. ആണോ? ശമ്പളത്തിന് നിക്കുന്നതാ? അല്ല, സ്വന്തം കട. നിങ്ങൾ ചുമ്മാ അറിയാതെ. നിങ്ങൾ മാമ എവിടെയുള്ള? തൊട്ടപ്പുറത്ത് തന്നെ. നിങ്ങള് ദോസ്തുക്കള്, അണ്ണൻ തമ്പി. അപ്പം മാമ ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഞാൻ വെറുതെ എന്ത് പറയാനാണ്. മാമൻ എനിക്ക് ഒരു നേരത്തെ ആഹാരം തരുവോന്ന് അറിയാൻ കരുതി ചോദിച്ചാണ്. എന്തായാലും ആഹാരമൊക്കെ തരം വീട്ടിൽ പോയാലേ തരുവുള്ളതാ. ഇവിടെ ഇല്ല. അതാ പറഞ്ഞല്ലേ. ശരി എന്നാ, ടാറ്റ, ബൈ ബൈ.
ടാറ്റ വിട് മാമ ആ ക്യാമറ നോക്കി. നീ ഡീസന്റ് പയ്യനെന്ന്. മാമൻ സുഖമില്ലാത്തോണ്ട് നിനക്ക് തരൂലെന്നാണ് പറഞ്ഞത്. മാമ അങ്ങോട്ട് ടാറ്റ കൊടുക്ക്. കൊടുക്കൂല, പൊക്കാൻ പറ്റി. ഇതുവരെ അടുപ്പിന്റെ ഒട്ടി കിടന്ന് ഊതിയതാ നിങ്ങള്. ഊത്ത്. എനിക്ക് പറ്റിയ മാമനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി കോമഡിയാണ്. അപ്പൊ കുഞ്ഞൊരു ഫ്രാങ്ക് ആണ്. ഫ്രാങ്കിൽ എന്തായാലും ഞാൻ വിജയിച്ചോ മാമൻ വിജയിച്ചോ കമന്റ് ബോക്സ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കേട്ടോ. താറ്റാ സമ്മതിച്ച്. എപ്പോഴെപ്പോഴും 10 മിനിറ്റിന്റെ അകത്ത് വീഡിയോ വലിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാമൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുക, വലിക്കരുത് വലിക്കരുത് കുടിക്കരുത് എന്ന് പറയുക കേട്ടോ. ആണോ? നടുക്കൊരു കോഡ് ഭാഷയും കൂടെ പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ. അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ഞാനത് ഉച്ചരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞ ഭാഷ അവർ രണ്ടുപേരും പറഞ്ഞങ്ങ് തീർത്തിട്ടുണ്ട്. കായലും പൂയിലും സായിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മളോട് കൂടെ തീർന്നു അല്ലേ മാമ? മാമ അല്ലേ? കോഡ് ഭാഷ എങ്ങനെ? കൊള്ളാലോ. റൈറ്റ്. പണ്ടുള്ള മാമന്മാര് അങ്ങനെ തന്നെയാണ്. അത് അവര് നിസാരം പോലെ പറയും കേട്ടോ. കോഡ് ഭാഷ ഉപയോഗിക്കാതെ അവർക്ക് സംസാരിക്കാനും അറിയില്ല അല്ലേ? ആണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി നെല്ലിക്ക ഉണ്ട് കേട്ടോ. ലൗലോലിക്കയും നെല്ലിക്കയും ഒക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ചായ ഉണ്ട്, പലഹാരം ഉണ്ട് അല്ലേ? പലഹാരം എല്ലാം ആയിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മാമ ഇതെവിടെ? നമ്മുടെ നെട്ട അല്ലേ? ശങ്കരൻകടവ്. ശങ്കരൻകടവാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ ശങ്കരൻകടവാണ് ഈ സ്ഥലത്തിന്റെ പേര്. ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അവിടെ കുറച്ചപ്പുറത്ത് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും അല്ലേ? നെട്ടയുടെ ഒരു ഇതാണ് കേട്ടോ. അതെ നമ്മൾ നെട്ട കഴിഞ്ഞാണ് വന്നത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ ഇതുവഴി പോകുമ്പോ ദേ രണ്ട് അമ്മാവന്മാരിവിടെ ഇരിപ്പുണ്ട്. കണ്ടോ? അപ്പൊ ചായ വാങ്ങിച്ചു കുടിക്കുക കേട്ടോ. ഞാൻ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുത്തു പോകുന്നതാണ്. നമുക്ക് പോകേണ്ടത് വേറെ സ്ഥലത്താണ്. അപ്പൊ ടാറ്റ ബൈ ബൈ കേട്ടോ. പുതുവിശേഷം പുതു കാഴ്ചയായിട്ട് വരുന്നത് വരെ വണക്കം. അതെ ടാറ്റ കൊടുക്ക് അങ്ങളെ. ടാറ്റ കൊടു. ടാറ്റ നിങ്ങൾ കൊടുക്കേ. ഒരാളെ കൊടുക്കേ ആരെങ്കിലും. ടാറ്റ. മറ്റേ അങ്ങളിന് ഇച്ചിരി നാണക്കേട് കൂട്ടത്തിലാട്ടോ. ഞങ്ങള് ടാറ്റ തരത്തില്ലെന്നാ പറയുന്നത്. ഇരട്ടയില ഇങ്ങനെയാണ് കാണിക്കുന്നത് നമ്മുടെ ജയലളിത പാർട്ടി അല്ലേ? പാർട്ടി മാറി. എന്ത് പാർട്ടി മാറി? ജയലളിത മരിച്ചപ്പോ പാർട്ടി മാറിയിട്ടുണ്ടെന്നാണ് അങ്കിള് പറയുന്നത്. ആണോ? ഓ ശരി ശരി. നമ്മുടെ വിജയ് വരാൻ പോകുന്ന അടുത്ത ഇലക്ഷന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആർക്ക് വിജയിക്കണ്ടേ? വിജയ് അങ്ങനെയല്ല. നമ്മുടെ എന്ത് പറയാനാണ്, വിജയ് അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. മനസ്സിലായി? അങ്ങനെ ഒന്നും വിജയ് ചെയ്യില്ല. വിജയ് കൊന്നതല്ല. അത് ജനങ്ങൾ അത്രയും തിക്കും തിരക്കിലും ഒക്കെ അവര് സ്വയം അങ്ങ് പോയതല്ലേ. അത് ജനങ്ങളുടെ ബുദ്ധി മോശം. ജനങ്ങളെയാണ് പറയേണ്ടത്, അല്ല വിജയ് അല്ല. അതാ ജനങ്ങൾ കിറുക്കന്മാര്. നമ്മളിവിടെ രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രിയ സുഹൃത്തുക്കളെ ചർച്ചാ വിഷയമാണ് നമ്മുടെ വിജയെ കുറിച്ച്. ആരെ? വിജയ്. അങ്ങനെ പറയരുത് മാമ. ശരി, നമ്മളിവിടെ പാർട്ടി പ്രവർത്തനത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. വീഡിയോയിൽ നിന്നും ഞാൻ വിട വാങ്ങുകയാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ തമ്മിലുള്ള വാഗ്വാദം നടക്കുന്നതായിരിക്കും. ബമ്പര എന്താണ് നമ്മുടെ എന്താ പാർട്ടി പ്രവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ അങ്കിള് പറയുന്നത്. എന്താണ് അടുത്ത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ചാണ്. മുന്നോക്കുട്ടി എന്തെങ്കിലും പറയാനുണ്ടോ? അതെ നിങ്ങളുടെ ഇപ്പൊ തമിഴ്നാട് നമ്മുടെ അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ തമിഴ്നാട് ഇനി വരാൻ പോകുന്നു ഒന്നിച്ച് സമയം. അപ്പൊ എന്താണ് ആര് വരുന്നാണ് ചോദ്യം? ആണോ? തീർത്ത് ഉറച്ചു പറഞ്ഞു കഴിഞ്ഞു. ആണോ? ഒറ്റ വർത്താനോ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ വിജയൊക്കെ സിനിമ കൂത്താടികളല്ലേ? ആണോ? ഡിപ്പോസിറ്റ് കിട്ടൂല. വിജയിക്കും കുഴപ്പമില്ല. വിജയ് നല്ല ആര് ജയിക്കുമല്ലോ? ജയിക്കില്ല. അതിന് നല്ല കാണ്ടായിട്ട് ഒടിയങ്ങി വരുന്ന
ഇന്നൊരു കൂട്ടത്തല്ല കൂട്ടാടി, എന്നിട്ടാ ഞാൻ ഇവിടെ തമിഴ്നാട് വിടുള്ളൂ കേട്ടോ. അടിക്കണ്ട. ഇവിടെ കറക്റ്റ് ആയിട്ട് കൂട്ടുന്ന DMK, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ഒരു 7 കക്ഷിയുണ്ട്. അതെയോ? അത് രാഷ്ട്രീയമായിട്ടുള്ള വോട്ടാണ്, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടിയുള്ള വോട്ടോ അങ്ങനെയല്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ മെമ്പറാണ്. എവിടുത്തെ ഞാൻ ഇവിടുത്തെ 11ാം വാർഡ് CPM മെമ്പറാണ്. ഓക്കെ ഓക്കെ. നമ്മൾ തന്നെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്, കടയാൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. ശരി. അപ്പം വളരെ നന്ദിയുണ്ട് ചേട്ടാ, പരിചയപ്പെടാൻ സാധിച്ചാൽ വളരെ നന്ദിയുണ്ട്. ഒരു ടാറ്റ ഓടി ചേട്ടാ അങ്ങോട്ട്. ഓക്കെ. ഞങ്ങൾ അമ്പൂരിക്കാരാണ്, അതെ.